ഒരുപാട് പേഷ്യൻസ് ചോദിച്ച് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ എൻ്റെ വേദന നീർക്കെട്ട് കാരണമാണോ, നീരുണ്ടോ എന്നുള്ളത്. ക്രോണിക് പെയിൻ, അതായത് മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും വിട്ടുമാറാത്ത വേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ സന്ധിവേദന അഥവാ ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എടുക്കുകയാണെങ്കിൽ അത് മുട്ടുവേദനയാകാം, ഷോൾഡർ പെയിൻ ആകാം, ഹിപ്പിൻ്റെ വേദനയാകാം. അത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലുണ്ട്. ഈ നീർക്കെട്ട് കാരണമുള്ള വേദനയെ നമ്മൾ ഇൻഫ്ലമേറ്ററി പെയിൻ എന്ന് പറയും. മറ്റുള്ള തേയ്മാനം പോലുള്ള മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറീസ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വേദനയെ നമ്മൾ മെക്കാനിക്കൽ പെയിൻ എന്ന് പറയും. എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയുക? ഈ നീർക്കെട്ട് കാരണമുള്ള ഇൻഫ്ലമേറ്ററി പെയിൻ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആർത്രൈറ്റിക് കണ്ടീഷൻസിലാണ്. ഇപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ പോലുള്ള, അതായത് സന്ധിവാതം പോലുള്ള ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഇൻഫ്ലമേറ്ററി പെയിൻ കാണുന്നത്, നീർക്കെട്ട് കാരണമുള്ള വേദന കാണുന്നത്. മറ്റ് കണ്ടീഷൻസിലും ഇത് കാണാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് ഈ നീർക്കെട്ട് കാരണമുള്ള വേദന കാണുന്നത്. അത്തരം പേഷ്യൻസിന്, ഇൻഫ്ലമേറ്ററി പെയിൻ ഉള്ള പേഷ്യൻസിന് രാവിലെ എണീക്കുമ്പോൾ നല്ല സ്റ്റിഫ്നെസ് കാണും. ഏത് ജോയിൻറ്റിനാണോ പെയിൻ ഉള്ളത് അവിടെ നല്ല സ്റ്റിഫ്നെസ് കാണും. കുറച്ച് നേരം കഴിഞ്ഞാലേ അത് അനക്കാനൊക്കെ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. നല്ല സ്റ്റിഫ്നെസ് കാണും. ആൻഡ് അത്തരം പേഷ്യൻസിനും എപ്പോഴും റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴാണ് വേദന കൂടുന്നത്. കുറച്ച് നേരം ഇരുന്നിട്ട് എണീക്കുമ്പോൾ, കുറച്ച് നേരം കിടന്നിട്ട് എണീക്കുമ്പോൾ, റെസ്റ്റ് എടുത്തിട്ട് എണീക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. പിന്നെ നല്ല നീരും കാണാം, മുട്ടിലാണെങ്കിലും ഷോൾഡറിലാണെങ്കിലും ഒക്കെ നല്ല നീരും ഈ രോഗികളിൽ നമ്മൾ കാണാറുണ്ട്. നേരെ മറിച്ച് മെക്കാനിക്കൽ പെയിൻ, ഉദാഹരണത്തിന് പറഞ്ഞാൽ മുട്ട് തേയ്മാനം കാരണം ഉണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിഗമെൻറ്റിലൊക്കെ ചെറിയ ഇഞ്ചുറീസ് കാരണം ഉണ്ടാകുന്ന, അതൊക്കെ മെക്കാനിക്കൽ പെയിനാണ്. മെക്കാനിക്കൽ പെയിൻ ഉള്ള രോഗികൾക്ക് നേരെ തിരിച്ചാണ്. അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ, ആക്ടിവിറ്റീസിലാണ് വേദന കൂടുന്നത്. റെസ്റ്റ് എടുത്താൽ അവർ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും. കൂടുതൽ നേരം നടക്കുമ്പോൾ, കൂടുതൽ നേരം നിൽക്കുമ്പോഴൊക്കെയാണ് അവർക്ക് വേദന കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാനായിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സന്ധിവാതം പോലുള്ള ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണെങ്കിൽ ESR, CRP, റൊമറ്റോയിഡ് ഫാക്ടർ, ആൻറ്റി-CCP, അങ്ങനെ ഒട്ടനവധി ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഈ വാദം കണ്ടുപിടിക്കാനായിട്ട്. അതേപോലെ എക്സ്റേ, MRI തുടങ്ങിയ ഇമേജിംഗ് സ്റ്റഡീസിലൂടെയും നമുക്കിത് ഇൻഫ്ലമേറ്ററി പെയിൻ ആണോ മെക്കാനിക്കൽ പെയിൻ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിപ്പോൾ സന്ധിയിൽ മാത്രമല്ല, നമ്മുടെ നട്ടെല്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ലോ ബാക്ക് പെയിൻ, നടുവേദനയിലും ഇൻഫ്ലമേറ്ററി പെയിനും മെക്കാനിക്കൽ പെയിനും വരാം. ഇത് രണ്ടിൽ ഏതാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇൻഫ്ലമേറ്ററി പെയിനിൽ, നീർക്കെട്ട് കാരണമുള്ള പെയിനിൽ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സന്ധിവാതത്തിലൊക്കെ ആണെങ്കിൽ ഡിസീസ് മോഡിഫയിങ് ഡ്രഗ്സ് എന്ന് പറയും. ആ ഡിസീസിൻ്റെ ആക്ടിവിറ്റി മൊത്തത്തിൽ കുറയ്ക്കുന്ന മരുന്നുകൾ, നീർക്കെട്ട് കുറയ്ക്കുന്ന മരുന്നുകൾ, അതൊക്കെയാണ് നമ്മൾ പേഷ്യൻസിന് നൽകുന്നത്. ഇനി അതിൽ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ജോയിൻ്റ്, ഇപ്പം നീ ജോയിൻ്റ് അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻ്റ്, അങ്ങനെ അവിടെ വളരെയധികം നീർക്കെട്ടുണ്ടെങ്കിൽ ആ നീർക്കെട്ട് വലിച്ചെടുത്ത്, ആ നീര് വലിച്ചെടുത്തിട്ട് അവിടെ സ്റ്റിറോയിഡ് ഇഞ്ചെക്റ്റ് ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഈ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ഇൻഫ്ലമേറ്ററി പെയിനിൽ വളരെ എഫക്റ്റീവാണ്. നേരെ മറിച്ച് നമ്മൾ മെക്കാനിക്കൽ പെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, തേയ്മാനം കാരണമുള്ള പോലുള്ള മെക്കാനിക്കൽ പെയിനിൽ സ്റ്റീറോയിഡ്സിന് അധികം റോളില്ല. അവിടെ മരുന്നിലും ഫിസിയോതെറാപ്പിയിലും എക്സസൈസിലും ഒന്നും അധികം ബെനിഫിറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, മുട്ട അല്ലെങ്കിൽ ജോയിൻറ്റ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് സർജറീസ് ഒരു ഓപ്ഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പോലുള്ള റീജനറേറ്റീവ് തെറാപ്പിയും റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ പോലുള്ള നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളും ഈ മെക്കാനിക്കൽ പെയിനിൽ എഫക്റ്റീവാണ്. അപ്പോൾ സന്ധിവേദനയാണെങ്കിലും നടുവേദനയാണെങ്കിലും ഈ പെയിൻ, അതിൻ്റെ റൂട്ട് കോസ് അത് ഇൻഫ്ലമേറ്ററി ആണോ മെക്കാനിക്കൽ ആണോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്.